വളരെ ദൗർഭാഗ്യകരമായൊരു സംഭവമാണ്. ഇന്ന് രാവിലെ 3:50 തൃശ്ശൂർ തൃപ്രയാർ നടന്ന സംഭവം നമ്മളെല്ലാം വളരെ വേദനിപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്തൊരു സംഭവമാണ്. റോഡ് സൈഡിൽ ഉറങ്ങിക്കിടന്ന 5 പേരുടെ പുറത്ത് വാഹനം കയറുകയും 5 പേര് മരിക്കുകയും ബാക്കി 3 പേര് നില ഗുരുതരമാണ്. മൊത്തം 11 പേരാണല്ലേ. 11 പേരിൽ 3 പേര് നില ഇപ്പോഴും ഗുരുതരമാണ്. ഇത്തിരി അപകടം സംഭവിച്ചു. ഈ അപകടവുമായി ബന്ധപ്പെട്ട് വിവരം കിട്ടിയ ഉടനെ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു അന്വേഷണം നടത്തുകയും അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ ഡ്രൈവർ അല്ല വണ്ടി ഓടിച്ചിരുന്ന ക്ലീനറായിരുന്നു. 2 പേരും ഇപ്പോഴും മദ്യത്തിന് അടിമപ്പെട്ട് നിൽക്കുകയാണ്. അവരിപ്പോഴും ക്ലിയർ ആയിട്ടില്ല. അവരിപ്പോഴും മദ്യപിച്ച നിലയിൽ തന്നെയാണ്. 2 പേരും വാഹനം ഓടി തുടങ്ങിയ സമയം മുഴുവൻ മദ്യപിക്കുകയായിരുന്നു. ഈ ഡ്രൈവർ മാറി കിടന്നിട്ട് ക്ലീനർ വണ്ടി ഓടിച്ചു. ക്ലീനർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. ഡ്രൈവർക്ക് ഒരു 50 വയസ്സും അലക്സ് എന്നാണ് പേര്. ക്ലീനർ 33 വയസ്സുള്ള ഒരാളാണ് അലക്സ്. ഡ്രൈവർ ജോസാണ്. ഇവർ 2 പേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. നമ്മളെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശപ്രകാരം ആദ്യം തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. രജിസ്ട്രേഷൻ ഈ ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കുന്നുണ്ട്. അതും സസ്പെൻഡ് ചെയ്യും നമ്മൾ. അതുകൂടാതെ രജിസ്ട്രേഷൻ റദ്ദാക്കും. വണ്ടിയുടെ രജിസ്ട്രേഷൻ കണ്ണൂരുള്ള ഒരാളുടെ പേരിലാണ്. ആ ഉടമസ്ഥൻ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. ഈ മദ്യപിച്ചിരിക്കുന്ന 2 പേർക്കും പോലീസ് കസ്റ്റഡിയിലേക്ക് നോട്ടീസ് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല. എന്നാലും അവരുടെ ലൈസൻസ് റദ്ദാക്കും. ആദ്യഘട്ടമായിട്ട് അവരുടെ ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യും. അതിനുള്ള നടപടി ഇന്ന് തന്നെ എടുക്കും. തുടർന്ന് രജിസ്ട്രേഷൻ റദ്ദാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.